പ്രായം കുറഞ്ഞവർക്ക് വരുന്ന ജീവിതത്തിന്റെ ഒരു മധ്യ ദശയിലുള്ളവർക്ക് വരുന്ന പ്രമേഹത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പണ്ട് ഈ വിഷയം അധികം ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നില്ല. കാരണം മിക്കവാറും രോഗം വരുന്നത് ഒരു 60 ദിവസമോ 65 ദിവസമോ 70 വയസ്സൊക്കെ അതിന് ശേഷമാണ്. പണ്ട് പ്രമേഹം തന്നെ അപൂർവമായിരുന്നു. അത് മിക്കവാറും ഒരു വൃദ്ധാവസ്ഥയിൽ എത്തുമ്പോഴാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴേക്ക് അവരുടെ ജീവിത പ്രാരാബ്ദമൊക്കെ ഒരു ഇതായിട്ടുണ്ടാവും. അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു അന്തിമ ദശയിലായിരിക്കും രോഗം വരണത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു ജീവിത പെർഫോമൻസിനെ, അവരുടെ ജീവിത വ്യാപാരങ്ങളെ ഇത് കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല. ഇപ്പോഴങ്ങനെ അല്ല. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. സാധാരണ പ്രമേഹത്തെ തുടർന്ന് പ്രമേഹാനുബന്ധ രോഗങ്ങൾ വരും, ഷുഗർ റിലേറ്റഡ് ഡിസീസുകളും കൂടെ, അനുബന്ധ രോഗങ്ങൾ. ഇത്തരം രോഗങ്ങൾ വരുന്നത് പ്രമേഹം വന്നൊരു 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലമൊക്കെ അതിന് ശേഷമാണ്. അങ്ങനെ അല്ലാതെയും വരില്ല എന്നല്ല പറഞ്ഞത്. അപ്പൊ നമുക്കൊരു 70 വയസ്സിലാണ് പ്രമേയം വന്നെങ്കിൽ നമുക്കൊരു 80 85 വയസ്സാകുമ്പോഴേക്കുമാണ് മറ്റ് ന്യൂറോപ്പതി തുടങ്ങിയിട്ടുള്ള കണ്ണിന്റെ പ്രശ്നമൊക്കെ വരുന്നത്. അപ്പോഴേ നമ്മളൊരു വിശ്രമ ജീവിതമായിരിക്കും. ഇത് വന്നു കഴിഞ്ഞാലും കാര്യമായിട്ട് നമ്മളുടെ ജീവിതത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്തില്ല. പക്ഷെ ഇത് 40 ദിവസവും 45 ദിവസവും 50 ദിവസത്തിലൊക്കെ വരുമ്പോഴാണ് വിഷയം വരണത്. ഇപ്പൊ 40 ദിവസത്തിലാണ് പ്രമേയം വന്നെങ്കിൽ ഒരു 45 ദിവസവും 50 ദിവസവും ആകുമ്പോഴത്തേക്ക് ന്യൂറോപ്പതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ധാരാളം പേർക്ക് ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ 10-50 വയസ്സിലാണ് വരണത്. അപ്പൊ നമ്മളെ ഒരു ജീവിതത്തിന്റെ ഒരു മധ്യദശ പിന്നിടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസമോ അവരുടെ വിവാഹമോ അതുപോലെ പല കാര്യങ്ങളും നമ്മൾക്ക് നിർവഹിക്കാനുള്ള ഒരവസ്ഥയില് അനവധി കർമ്മങ്ങൾ പ്രവർത്തിക്കുക ചെയ്യേണ്ട അവസ്ഥയിലാണ് നമ്മളുടെ ശരീരം വീക്കാവണം. പൊതുവെ പ്രമേഹമുള്ളവരുടെ ശരീരം വീക്കാവുന്നുള്ള സത്യമാണ്. കാരണം പ്രമേഹം ബാധിക്കുന്നത് മെറ്റോകോൺട്രിയയാണ്. നമ്മളുടെ ശരീരത്തിന്റെ ഊർജ ഉൽപാദന കേന്ദ്രങ്ങളെയാണ് പ്രമേഹം ബാധിക്കുന്നത്. ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണെന്ന് നിങ്ങൾക്കറിയാം. നമ്മളുടെ ശരീരത്തിന്റെ ഭാഗമായി തീരേണ്ട ഊർജമാണ് കാർബോഹൈഡ്രേറ്റ്. ആയിത്തീരേണ്ട കാർബോഹൈഡ്രേറ്റ് അങ്ങനെ ആയിത്തീരാതെ വരുന്നു എന്നുള്ളതാണ് പ്രമേഹം എന്ന രോഗം. അപ്പൊ നമ്മളുടെ ഏത് തരത്തിലുള്ള പ്രവൃത്തിയെയും നമ്മളിപ്പോ ഇന്റലക്ച്വൽ ആയിട്ട് ബുദ്ധിപരമായ പ്രവൃത്തി ചെയ്യുന്നവരായാലും ശരി, ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നവരായാലും ശരി, ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നവരാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത് നിങ്ങൾ അറിയാതെ തന്നെ മന്ദീപിക്കും, കുറച്ചു കൊണ്ടിരും. പലരും അത് സമ്മതിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് പ്രമേഹം ഇല്ലാത്ത അവസ്ഥയിൽ ചെയ്യുന്ന അതേപോലെ ആ പ്രവൃത്തി ചെയ്യാൻ വയ്യാതെ വരും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ വേണം പ്രായം കുറഞ്ഞവരുടെ പ്രമേഹത്തെ കൈകാര്യം ചെയ്യാൻ എനിക്ക് പറയാനുള്ളത്. ഒരു പ്രധാന കാര്യം പ്രമേഹം വന്നാൽ ഏറെ താമസിയാതെ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ വരുന്നു ഞാൻ പറഞ്ഞു. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അധികം ഉണ്ടാവുന്ന ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ പലർക്കും ഫാറ്റി ലിവർ, കൊളസ്ട്രോള്, ന്യൂറോപ്പതി, ഇങ്ങനത്തെ രോഗങ്ങളാണ് വന്നു കൂടുന്നത്. ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമുക്ക് ജോലിക്ക് പോകാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കില്ല. ഇത്തരം രോഗങ്ങളെ തന്നെ പരിചരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അതുപോലെ മറ്റൊന്ന് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആണ്, ലൈംഗിക ശേഷി കുറവ്. അതും പണ്ട് വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, 60-70 വയസ്സാകുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നേരത്തെ വരുമ്പോഴ് ധാരാളം പേര് 40, 45, 50 വയസ്സായ ആളുകള് അവരുടെ കുടുംബ ജീവിതത്തിന്റെ താളവും ലയവും തെറ്റി ജീവിക്കുന്നുണ്ട്. പലരും പുറത്തു പറയാത്തതാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ലൈംഗിക ശേഷി കുറഞ്ഞു വരും. അതിന്റെ കാരണം ന്യൂറോപ്പതിയാണ്. പ്രമേഹമുള്ള 90% പേർക്ക് ന്യൂറോപ്പതി ഉണ്ടാവുന്നുള്ള കാര്യം ഡെഫിനിറ്റ് ആണ്. അപ്പൊ അത് നമ്മൾ അറിയാതെ തന്നെ ഇത് കുറഞ്ഞു വരുന്ന അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ ഒരാൾക്ക് വൈഫിനായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിനായിരിക്കും രോഗം. അപൂർവമാണ് 2 പേർക്കും പ്രമേഹം പിടിക്കണത്. അപ്പൊ അത് നമ്മളുടെ ഒരു വൈവാഹിക ജീവിതത്തെ, നമ്മളുടെ ഒരു ദമ്പതി ക്രിയയുടെ നാശത്തിന് കാരണമായിട്ട്. അപ്പൊ നമ്മൾ പല ആളുകളും അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്താൽ ഗുണത്തെക്കാളേറെ ദോഷ പലപ്പോഴും ഉണ്ടാക്കണത്. എപ്പോഴും അല്ല, പലപ്പോഴും ഉണ്ടാവണത്. അതൊന്നുമില്ല, നമ്മളുടെ ഈ ശരീരത്തിന് ധാരാളം പേർക്ക് സ്ട്രോക്ക് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഒരു കാരണം ഈ ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ധാരാളം പേർക്ക് ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മളുടെ ഇറക്ഷനാണ് പ്രധാന പ്രശ്നം. ഇറക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈംഗിക അവയവത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു വരിക, ഞരമ്പുകൾ വികസിക്കാതെ വരിക, എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ വരിക. അപ്പൊ ഈ ഞരമ്പുകൾ വികസിക്കാനുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ, അതിന്റെ എക്സ്പാൻഷൻ മരുന്ന് കഴിക്കുമ്പോൾ അത് പെനിസിലേക്കുള്ള മാത്രമല്ല, നമ്മുടെ സെക്ഷൽ
ഓർഗൻസിലൊക്കെ മാത്രമല്ല ഞരമ്പ്, തലയിലെ ഞരമ്പ് വികസിക്കും, ഹാർട്ടിലെ ഞരമ്പ് വികസിക്കും, കാലിലെ ഞരമ്പ് വികസിക്കും, ശരീരത്തെ മുഴുവൻ ഞരമ്പ് വികസിക്കും. ഇതിന്റെ ഫലമായിട്ട് വളരെ ചെറിയ ഞരമ്പുകൾ പൊട്ടിപ്പോവാം, ബ്ലഡ് കൂട്ടുവരാം, ഇത് ഹാർട്ടിലും വരാം. ഇങ്ങനെ ധാരാളം പേർക്ക് ഹൃദയത്തിന്റെയും ബ്രെയിനിന്റെയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഇത്തരം മരുന്നുകളാണ്. ഞാൻ മരുന്നിനെ എതിർക്കുകയല്ല ചെയ്യണത്. വളരെ സൂക്ഷിച്ച് നമ്മൾ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാവും എന്ന് പറയുക ചെയ്യുന്നത്. അതുപോലെ സെക്ഷൽ ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ ആണത്. ഞരമ്പുകളെ ബാധിച്ചിരിക്കുന്നു രോഗം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ഞരമ്പുകളെ രോഗം ബാധിച്ചിരിക്കുന്നു മനസ്സിലാക്കണം. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് പലപ്പോഴും ഹാർട്ടിന് വരണത്. ഏറെ താമസിയാതെ ഹാർട്ടിനെ കയറി പിടിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങള് ഉണ്ടാകാതെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കണം. അതിന് മരുന്നിന്റെ മാർഗത്തിൽ തന്നെ പോകണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ മരുന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരുന്ന് ഈ പാൻക്രിയാസ് പ്രവർത്തിക്കുന്നത് ബ്ലഡില് ഷുഗർ കൂടുമ്പോൾ കുറയ്ക്കലാണ് പാൻക്രിയാസിന്റെ പണി. നമ്മൾ സാധാരണ ചെയ്യണത് പ്രമേഹം വന്നു കഴിഞ്ഞാൽ നേരെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കണം. ഇതാ ചെയ്തു വരണത്. ഡോക്ടർ തരുന്ന മരുന്ന് പ്രമേഹം എന്ന രോഗത്തെ കുറയ്ക്കാനുള്ളതല്ല, പ്രമേഹം എന്ന രോഗത്തിൽ ലക്ഷണമായിട്ടുള്ള ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ള ലക്ഷണത്തെ, സിംറ്റംസിനെ കുറയ്ക്കാനുള്ള മരുന്നാണ് തന്നത്. അങ്ങനെ ബ്ലഡിലെ ഷുഗർ കുറയുമ്പോൾ പാൻക്രിയാസ് പിന്നെ ആക്ട് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവും. ബ്ലഡിലെ ഷുഗർ നോർമലായിട്ടുള്ളവർ പാൻക്രിയാസിന് വർക്കില്ല. നിങ്ങളുടെ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളുടെ പ്രൊഡക്ടിവിറ്റി 50% ആകുമ്പോഴാണ് നിങ്ങൾ പ്രമേഹ രോഗി ആവണമെങ്കിൽ മരുന്ന് കഴിച്ചോ ഇൻസുലിൻ എടുത്തോ അതിന് കൃത്യമായി നോർമലാക്കി നിർത്തി കഴിഞ്ഞാല് പിന്നെ അത് അതിന്റെ ആ പ്രവർത്തനക്ഷമതയുടെ കുറവ് കാരണം, പ്രവർത്തന രാഹിത്യം കാരണം അത് 51, 52, 53 കൂടിക്കൂടി വരും. അതുകൊണ്ടാണ് മരുന്ന് കഴിക്കുന്നതോറും പ്രമേഹം കൂടിക്കൂടി വരണത്. ഇന്ന് വരെ ആരുടെ പ്രമേഹം മരുന്ന് കഴിച്ച് കുറഞ്ഞു കേട്ടിട്ടില്ല, കൂടു മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം ഈ പാൻക്രിയാസ് കൂടുതൽ അതിന്റെ ശേഷി കുറഞ്ഞു പോണതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ മരുന്നിന്റെ മാർഗത്തിലേക്ക് പോവുകയല്ല വേണ്ടെന്നാ പറയാനുള്ളത്. മരുന്ന് കഴിക്കണ്ടെന്ന് ഡോക്ടറെ കണ്ടെന്ന് അല്ല ഞാൻ പറഞ്ഞത്. 90% പേര് ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കുകയും ചികിത്സിക്കുകയും ചെയ്തിട്ടും ബ്ലഡിലെ ഷുഗറിനെ മരുന്ന് കഴിച്ച കൺട്രോളിങ്ങിൽ നിർത്തിയിട്ടും ഉണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞു വരണതല്ല. ഇവരാരും ഡോക്ടറെ കാണാൻ ആശുപത്രി പോകാത്തവരല്ല. ഈ മരുന്ന് കഴിച്ചുള്ള കൺട്രോളിങ് അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. പലരും ഫോൺ ചെയ്യുമ്പോൾ എന്നെ വിളിച്ച് സംസാരിക്കും, പോലെ സാറേ ഇപ്പോൾ വേറെ കുഴപ്പമില്ല, കാലിന് കുഴപ്പമില്ല, കണ്ണിന് കുഴപ്പമില്ല, ലിവറിന് കുഴപ്പമില്ല, സെക്സിന്റെ കാര്യമൊക്കെ ഓക്കെയാണ്. ഞാൻ രാവിലെ വൈകിട്ട് വരെ ഗുളിക കഴിക്കേണ്ട ഷുഗർ ഒരു 140 നിൽക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒന്നാമത് യൗവനാവസ്ഥയില് ശരീരം പൊതുവെ പുഷ്ടിയുള്ള സമയമാണ്. ഒരുവിധം പ്രശ്നങ്ങളൊന്നും ശരീരത്തിനെ ബാധിക്കാത്ത സമയമാണ്. അപ്പൊ ആ സമയത്ത് ആണ് ഇങ്ങനെ മുമ്പോട്ടിരിക്കണത്. ഇനി കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തും. ജായതയെ ജനിക്കുക, വിവരണീയതയെ മാറ്റങ്ങൾ വരിക, വർദ്ധതയെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുക, സ്ഥിതി കുറച്ചു കാലം അങ്ങനെ നിൽക്കുക, അപക്ഷീയതയെ ക്ഷയിക്കുക, നശ്യത. ഇതാണ് എല്ലാ ജീവികളുടെയും അവസ്ഥ. നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പൊ ഈ 4ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, നമ്മളൊരു അപക്ഷീയത എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് വളരെ ഒരു കീഴ്പോട്ടുള്ള ഒരു അഗാധ കർത്തത്തിലേക്കുള്ള താഴ്ചയായിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരണത്, മരുന്ന് കഴിച്ച് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാതെ മാത്രം നോക്കാതെ ശരിയായ ഡയറ്റിലൂടെയും എക്സർസൈസിലൂടെയും നിങ്ങൾ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ തയ്യാറാവണമെന്ന് പറയാനുള്ളത്. അതാണ് കൺട്രോളിങ്. അങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ മറ്റ് പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. 100 വയസ്സോടെ ജീവിച്ചാൽ നമ്മുടെ കണ്ണിനോ കാലിനോ ലിവറിനോ ഹാർട്ടിനൊന്നും ഈ പ്രമേഹം കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു പ്രകൃതിയുടെ മാർഗത്തിലേക്ക്, നേച്ചറായിട്ടുള്ള മാർഗത്തിലേക്ക് തിരിയണമെന്ന് പറയാനുള്ളത്. അതിന് വേണ്ടത് ശരിയായ ഡയറ്റിലേക്ക് വരിക, ശരിയായ എക്സർസൈസിലേക്ക് വരിക. ആഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും നമുക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ കൺട്രോളിംഗ് ആണ് സത്യത്തില് ശരീരത്തെ സംരക്ഷിക്കുന്നത്. ആ വഴിക്കുള്ള ഒരു ശ്രമമാണ്, ആ വഴിക്കുള്ള ഒരു പരിശീലന പദ്ധതിയാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ആരംഭിച്ചേക്കുന്നത്. ധാരാളം ക്ലാസ്സുകൾ നടന്നു കഴിഞ്ഞു. രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ 5 തൊട്ട് 6 വരെ നമ്മുടെ ക്ലാസ് ഉണ്ട്. നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നാൽ 7 തൊട്ട് 8 2 ബാച്ച് ഉണ്ട്. ഓൺലൈൻ ക്ലാസ് ആണ്. വീട്ടിലൊരു മൊബൈൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചിരിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അരമണിക്കൂർ നേരം ദിവസവും വ്യായാമം ചെയ്യുക, ആഹാരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. ഇത് മാത്രം ചെയ്താൽ മതി. പ്രത്യേകിച്ച് യൗവനത്തില് ഒരു 10 70 വയസ്സായ ആളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് 10 45 50 വയസ്സായ ആളൊക്കെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പ്രമേഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും.
ഗുളികയില്ലാതെ ജീവിക്കാൻ സാധിക്കും. അത് ഇപ്പോഴേ സാധിക്കുകയുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ല. കാരണം റിവേഴ്സ് പലപ്പോഴും കുറച്ച് മുമ്പോട്ട് പോയാൽ പിന്നെ അത്രയും പിറകോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് ആരംഭിക്കുന്ന പറയാനുള്ളത്. നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ജീവിതം പകുതി ആയിട്ടുള്ളൂ. നമുക്ക് പല കാര്യങ്ങളും വെട്ടിപ്പിടിക്കേണ്ടതുണ്ട്. ജീവിത വിജയത്തിന് വേണ്ടി നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ ശരീരം നിങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അരമണിക്കൂർ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കണം. ആഹാരത്തിന്റെ കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവണം. ഇത്രയും മാത്രം മതി. ഇത് വലിയ കാര്യമൊന്നുമല്ല. കാരണം ശരീരമാണ് ഏറ്റവും വലിയ ധനം എന്ന് മനസ്സിലാക്കണം. ഈ ധനം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. അതുകൊണ്ട് ശരീരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അതിനുള്ള വഴികാട്ടലാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പഠിച്ച ആ വഴിക്ക് ചെയ്യാം. അതുപോലെ ഷുഗർ റിവേഴ്സിന് ആവശ്യമായ ഫുഡുകൾ, ഡയറ്റുകൾ ഉണ്ടാക്കുന്ന സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ 9774444326 എന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ കൂടുതൽ അറിയാൻ സാധിക്കും. നിങ്ങളെ ഈ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാൻ പ്രകൃതിയുടെ മാർഗത്തിലൂടെ നമ്മൾ ശരിയായ ഒരു ജീവിതചര്യയിലേക്ക് കൊണ്ടുവരാൻ ഇത് പര്യാപ്തമാണ്. ധാരാളം പേര് വഴിക്ക് വന്ന് ഷുഗർ കുറഞ്ഞും ഷുഗർ മാറിയും അതുപോലെ അവരുടെ ചികിത്സാ ചെലവ് ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്.